രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ വന്നു. ട്രാൻസ് വുമൺ ആയിട്ടുള്ള സ്ത്രീ പറയുന്നത് അവരെ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞതായിട്ടാണ്. ഇങ്ങനെ പരാതികളെല്ലാം വരുന്നു, വാർത്തകളൊന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു, ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ വരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന കോൾ റെക്കോർഡും വരുന്നുണ്ട്. ഇപ്പോൾ രാജി എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വേണ്ടി വന്നാൽ രാജിവെപ്പിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ ഒരു കാരണവശാലും രാജിയെ പറ്റിയേ ചിന്തിക്കുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് രാജിവെക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം മുകേഷ് രാജിവെച്ചിട്ടില്ല, എൽദോസ് രാജിവെച്ചിട്ടില്ല. എന്തായാലും രാഹുലിൻ്റെ ഭാവി എന്തായാലും ഇനി ഒരു വലിയ ഇരുളിലേക്കാണ് പോകുന്നത്, അല്ലേ രാഷ്ട്രീയ ഭാവി? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു നേതാവിനെ അതെങ്ങനെ ബാധിക്കുന്നു. ഈ രാഷ്ട്രീയ നേതാവെന്ന് മാത്രമല്ല, സിനിമാ നടന്മാർ, ദിലീപിൻ്റെ കേസ് നമുക്കറിയാം, വിജയ് ബാബുവിൻ്റെ കേസുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഐഡിയോളജിയോട് നമുക്ക് കുറേ കാര്യങ്ങളിൽ ഭയങ്കര വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഇയാളെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന ഒരു പ്രവണത അത് കേരളത്തിൽ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലുള്ള വളർന്നു വരുന്ന നേതാക്കളെ ഇങ്ങനെയുള്ള ഒരു കേസിലൊക്കെ ഉൾപ്പെടുത്തി, അല്ല ഇതിപ്പം ഇവിടെ നടക്കുന്ന എന്താ, ഒരു പോലീസ് കേസില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള നടപടികളില്ല. പക്ഷേ ഒരു മീഡിയ ട്രയൽ നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള പബ്ലിക് ഹ്യൂമിലേഷൻ ഇയാൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചൊരു കെണിയിലാണ് അയാൾ പോയി വീണതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം നടക്കുന്ന ഒരു എന്താ പറയുക, റെപ്യൂട്ടേഷണൽ ഡാമേജ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ ഒരു കേസുമായിട്ട് ആരും മുന്നോട്ട് പോകുന്നില്ല. ഈ പറയുന്ന നടിയാണെങ്കിലോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വുമൺ ആണെങ്കിലോ ആരും തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതാണ് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതിയുമായി പോകാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ നടി പറഞ്ഞ ഞാൻ അവരുടെ ഇൻ്റർവ്യൂ കാണിരുന്നൊരു ചാനലുമായിട്ടുള്ള, അതിലവർ ഒരു എന്താ പറയുക, അന്നത്തെ ആ പ്രൈം ടൈം ഡിബേറ്റ് തന്നെ ആ ചാനൽ മാറ്റി വെച്ചിട്ട് നടിയുടെ ഇൻ്റർവ്യൂ എടുക്കുകയായിരുന്നു. അപ്പോൾ അതിലവർ പറയുന്നൊരു കാര്യം, ഇയാൾ സോഷ്യൽ മീഡിയയിൽ അപ്രോച്ച് ചെയ്തു എന്നാണ്. സോഷ്യൽ മീഡിയയിൽ അപ്രോച്ച് ചെയ്തു, നിങ്ങൾക്കത് ഇഷ്ടം തോന്നുന്നില്ല എങ്കിൽ ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ശല്യമായിട്ടുള്ള മെസ്സേജസൊക്കെ വരുന്നത്, ആണുങ്ങൾക്കും അങ്ങനെ കിട്ടാറുണ്ട്. അപ്പം പലപ്പോഴും അങ്ങനത്തെ മെസ്സേജസ് വരുമ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ എന്താ ചെയ്യുക, ബ്ലോക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ. പക്ഷേ അവർ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ അതിൻ്റെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇയാളുമായിട്ടുള്ള എനിക്കിപ്പോൾ ഒരു സൗഹൃദമില്ലായ്മയൊന്നുമില്ല, ഇപ്പോഴും സുഹൃത്തായിരിക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ തന്നെ അടുത്ത ദിവസം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആ നടി എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല, കാരണം എന്നെക്കുറിച്ച് ആയിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്, കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇയാൾ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നടി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇയാളാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നു. തെറ്റിദ്ധാരണയല്ല, ശരിക്കുള്ള ഒരു സംഭവിച്ച കാര്യങ്ങളായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എവിഡൻസ് ആയിട്ട് മുന്നോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള അവർ പറയുന്നത് ഇതിനൊരു മോറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നത്, മറ്റ് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇത് തുടരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മീഡിയയെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു പബ്ലിക് ട്രയൽ നടത്തണോ, ഒരു പോലീസിൽ പരാതി കൊടുക്കുക, അവിടെയല്ലേ ഒരു ലീഗൽ ആക്ഷൻ ഉണ്ടാവുക, അല്ലെ അയാൾ പണിഷ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനൊന്നും താല്പര്യമില്ല. അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഇയാൾ നേതാവായി ഇയാൾക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നം അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നതാണ്. അല്ലാതെ അയാൾക്ക് എതിരെ എന്തെങ്കിലും അയാൾ തെറ്റായ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ അയാൾക്ക് നേരെ ഒരു ലീഗൽ ആക്ഷൻ ഉണ്ടാവുക എന്നവർക്ക് താല്പര്യം തന്നെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അന്നേ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ പല ലീഗൽ ഫോറങ്ങളിലും പോയി, പല ഫോറങ്ങളിലും പോയി എന്ന് പറഞ്ഞു. ലീഗൽ ഫോറങ്ങളിൽ പോയിട്ടില്ല, പല ഫോറങ്ങളിലും പോയി. അത് ഏതാണ് ആ ഫോറങ്ങൾ? പല നേതാക്കളെയും കണ്ട് സംസാരിച്ചു. ഇങ്ങനൊരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നേതാവിനെ കണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, അത് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അഡ്രസ്സ് ചെയ്യണം, ലീഗൽ ഫോറങ്ങളിൽ അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ നേതാക്കളോട് സംസാരിച്ചു, പാർട്ടിക്കുള്ളിൽ ഞാൻ കുറേ ആളുകളോട് പറഞ്ഞു, അവരാരും ആക്ഷൻ എടുത്തില്ല, ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് പോലും ഇയാൾക്കെതിരെ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഇപ്പോൾ ഇയാളെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ചാറ്റുകളുടെയൊക്കെ ഒരു സ്വഭാവം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ തന്നെ മറുഭാഗത്തുനിന്ന് ഒരു വലിയ കുഴപ്പമില്ലാത്ത റെസ്പോൺസും ഉണ്ട് കേട്ടോ. ആ ചാറ്റ് കണ്ടിന്യൂ ആവുകയാണ്. അപ്പോൾ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ പിന്നീട് ഒരു ഘട്ടം എത്തുമ്പം എന്തുകൊണ്ടോ ഇയാൾ അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ്, ആ സൗഹൃദത്തിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ കരിവാരി തേക്കുന്ന ഒരു പ്രവണത, അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇയാൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു FIR ഇട്ടോ അതിൽ പറയണം. അല്ലാതെ നമ്മൾ ഈ മീഡിയ ട്രയൽ നടത്തിയിട്ട് ഒരാളുടെ കരിയർ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ കേസ് നമുക്ക് എടുത്തു നോക്കും, എന്തൊക്കെയായിരുന്നു അന്ന്. മാധ്യമ വിചാരണ നടത്തി ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഹി കെയിം ഔട്ട് ക്ലീൻ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എത്ര
കൊമ്പത്തിരിക്കുന്ന നേതാവാണ് അല്ലെങ്കിൽ സിനിമാ നടനാണ്, അവനൊക്കെ വലിച്ച് താഴേക്കിടാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് കൂടുതലും നമ്മൾ കാണുന്നത്, ഈ ട്രെൻഡ് നമ്മൾ കൂടുതലും കാണുന്നത് ഏറ്റവും കൂടുതൽ പരിഷ്കൃത സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിലേക്കൊന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ അതേ ആ നടിയുടെ തന്നെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് ഇയാൾ തന്നെ ടെലിഗ്രാമിലേക്ക് സീക്രട്ട് മെസ്സേജ് അയക്കുന്നു. ടെലിഗ്രാമിൻ്റെ സീക്രട്ട് മെസ്സേജ് നമുക്ക് മറ്റൊരാൾ അയക്കുമ്പോൾ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്താലേ എനിക്കതിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനും ഓക്കെയാണ്, സംസാരിക്കാനും ഓക്കെയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഡൈനാമിക്സ് എന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ ചില മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നത് ഒരു വൃത്തികെട്ട സ്വഭാവമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് അങ്ങനെയും ഇഷ്യൂസ് ഉണ്ട് ഒരാളുമായിട്ട്, അതിന് ലീഗൽ അവന്യൂസ് ഉണ്ട്. നമ്മളൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പാണ്, ഇവിടെ അതിന് വേണ്ട സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എത്ര വലിയ നേതാവാണെങ്കിലും അവരൊക്കെ തന്നെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും മാനസികമായിട്ട് നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ മുന്നിൽ പറയേണ്ടിയില്ല. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ അയാളുടെ ഓഡിയോ ലീക്കൊക്കെ വരുന്നുണ്ടല്ലോ, അതിൽ അവർ നമ്മളുടെ സംഭാഷണമാണ്. യെസ്, അതൊരു പ്രഗ്നൻസി സ്റ്റേജിലെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ആ ഓഡിയോ മൊത്തം കേട്ടാലും അയാൾ അവരെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചു എന്നൊന്നും തോന്നുന്നില്ല. മാത്രമല്ല അയാൾ പറയുന്നുണ്ട് ഞാനതിൻ്റെ പിതൃത്വം ആക്സെപ്റ്റ് ചെയ്യുന്നു അയാൾ പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക്സ്, അയാൾക്ക് എന്താ ഇവിടെ റിലേഷൻഷിപ്പ് പാടില്ല, അയാൾ ഫ്ലേർട്ട് ചെയ്തോട്ടെ. ഫ്ലേർട്ടിങ്ങിനെതിരെ വലിയ നിയമ തടസ്സമൊന്നുമില്ലാത്തൊരു രാജ്യമല്ലേ. അയാൾ എവിടെയെങ്കിലും ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയെങ്കിൽ അത് തെറ്റാണ്. അത് തീർച്ചയായിട്ടും ഒരു ലീഗൽ കുറ്റമല്ല. അതെ, അങ്ങനത്തെ ഒരു നിയമമല്ലല്ലോ. അപ്പോൾ അയാൾ അങ്ങനെ അവരെ ഫോഴ്സ്ഫുള്ളി പ്രഗ്നൻ്റ് ആക്കി എന്നാണെങ്കിൽ അതൊരു വലിയ കുറ്റമാണ്. ഇപ്പോൾ രണ്ടുപേര് എന്താ പറയുക ഉഭയകക്ഷി പ്രകാരം അവർ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു, അത് അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. അതിലേക്ക് എന്തിനാണ് ഈ മാധ്യമങ്ങൾ പോയിട്ട് ഇതെല്ലാം കവർ ചെയ്യാൻ പോകുന്നതും? ഓഡിയോ കൊടുത്തതിന്റെ അർത്ഥം പോലും ശരിയല്ല. അതെ അതെ അതെ, അത്ര ചീപ്പായി പോയി ഇവിടുത്തെ ജേർണലിസം. അതും ചെയ്യുന്നത് ഒരു ലീഡിങ് മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരൊക്കെ ഇത്രത്തോളം താഴേക്ക് വന്നു എന്നത് അവിടെയാണ് നമുക്കൊരു പക്ഷേ നാഷണൽ മീഡിയയും നമ്മുടെ കേരള മീഡിയയും കൂടെ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാവുക. നാഷണൽ മീഡിയ ഒരിക്കലും ഇങ്ങനത്തെ വാർത്തകൾ എടുക്കില്ല. ഈ പറഞ്ഞ പോലെ ആ ചർച്ചയ്ക്ക് തന്നെ അവർ വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം അത് അയാളുടെ പേഴ്സണൽ ലൈഫാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു എന്താ പറയുക കോൺഗ്രസ് ആംഗിളിലോ BJP ആംഗിളിലോ CPM ആംഗിളിലോ ആരും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ നോക്കിയിട്ടില്ല. കാരണം ആ വിഷയം ചെറിയ രീതിയിലാണ് ഡിസ്കസ് ചെയ്ത് പോയത്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക എക്സ്പോസ് നടത്തി അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അയാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക, അത് മാത്രമേ അപ്പോൾ ചെയ്തു. പക്ഷേ അതുകൊണ്ട് അയാൾക്കത് ഗുണം ചെയ്യാനേ പോകുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് കിട്ടാൻ പോകുന്ന അടുത്ത സ്റ്റേജിൽ പബ്ലിക് സിമ്പതിയാണ്. ഇവർ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നടക്കാൻ പോകുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇപ്പം പൂർണ്ണമായിട്ട് അയാളെ നശിപ്പിച്ച് കളഞ്ഞു. അയാൾക്കിപ്പം കിട്ടുന്ന ഒരു പബ്ലിക് സിമ്പതി ഉണ്ട്. ഇങ്ങനെ ഒരാളെ അനാവശ്യമായിട്ട് ആടപ്പെടുന്നു. അപ്പോൾ അയാളെ എന്താ പറയുക ഇവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് ഇലക്ഷൻ ഇനി വരുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അതിലൊന്ന് ഉപദ്രവിക്കുക എന്നുള്ളതായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം അവിടെ അത്യാവശ്യം പ്രൊമനൻ്റ് ആയി നിൽക്കുന്ന ഒരു ഫേസ് ആണ്. മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനിലാണെങ്കിലും പ്രതീക്ഷേൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വിജയമാണ് അയാൾ കൈവരിച്ചത്. അപ്പം അയാളുടെ കരിയറിനെ തകർക്കുക. നമുക്കൊരാളോട് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുണ്ടെങ്കിൽ അതിന് പല രീതികളിലും നമുക്ക് അവരെ പൊളിറ്റിക്കലി അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സ്പേസിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ട് അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്ന് അയാളെ അറ്റാക്ക് ചെയ്തിട്ട് അയാൾക്കൊരു മോശം ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ഹെൽത്തി പൊളിറ്റിക്സ് അല്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അയാൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ എത്ര പേരുകൾ പറയാനുണ്ട്. ഇനിയിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടോ, ഞാൻ ഈ പറഞ്ഞ പല പാർട്ടികളുടെയും കൂടെ എന്താ പറയുക സുഹൃത്തുക്കളുണ്ട്, പല ആളുകളും എനിക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ പേഴ്സണൽ ലൈഫിലേക്ക് കടന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇതിലും വലിയ വലിയ ഇഷ്യൂസ് ആയിരിക്കും സംസാരിക്കാനുള്ളത്. ഇവിടെ ഒരിക്കലും ഇയാളൊരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയെന്നൊരു തെളിവാർക്കും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഹാജരാക്കാൻ സാധിക്കാത്ത സമയം വരെ നിങ്ങളിത് മീഡിയയിൽ ഇങ്ങനെ കൊണ്ടു നടക്കാന്നില്ല, അതിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അയാൾ പണിഷ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഒരു കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവർ പറഞ്ഞ ഈ പല നേതാക്കളെ അപ്രോച്ച് ചെയ്തു. അവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് എൻ്റെ പിതാവിനെ പോലെയാണ്, അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പം ഇത്രയും ശക്തനായ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിട്ട് പോലും ഇവരുമായിട്ട് ഇത്രയും നല്ല ഒരു എന്താ പറയുക ഒരു പിതൃതുല്യനായിട്ട് അവിടെ നിൽക്കുമ്പോൾ അയാളോട് പറഞ്ഞാൽ പോരായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അദ്ദേഹം ആക്ഷൻ എടുക്കാതിരിക്കുകയാണെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു ലീഗൽ സൊല്യൂഷൻ തന്നെ തേടണം. അല്ലാതെ നമ്മളൊരു മീഡിയ ട്രയൽ നടത്തിയിട്ട് ആളുകളെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.